അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 26. അഗ്രിപ്പ പൗലസിനോട്, നിന്റെ കാര്യം പറയുവാൻ നിനക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. പൗലോസ് കൈ നീട്ടിക്കൊണ്ട് പ്രതിവാദം ആരംഭിച്ചു. അഗ്രിപ്പ രാജാവേ, യഹൂദരുടെ എല്ലാ ആരോപണങ്ങൾക്കും എതിരായി അങ്ങയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ പ്രതിവാദം നടത്തുവാനിടയായതിൽ ഞാൻ എന്നെ തന്നെ ഭാഗ്യവാൻ എന്ന് കരുതുന്നു. പ്രത്യേകിച്ചും യഹൂദ ആചാരങ്ങളെയും തർക്കങ്ങളെയും പറ്റി അങ്ങേക്ക് നല്ല പരിചയമുണ്ടല്ലോ. ആകയാൽ എനിക്ക് പറയുവാനുള്ളത് ക്ഷമയോടെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിതാരംഭം മുതൽ ബാല്യത്തിൽ സ്വന്തം ജനതയുടെ മധ്യത്തിലും പിന്നീട് യെരുശലേമിലും ഞാൻ ജീവിച്ചു പോന്നിട്ടുള്ളത് ഏതുവിധമെന്ന് എല്ലാ യഹൂദർക്കും അറിവുള്ളതാണ്. ഞങ്ങളുടെ മതത്തിൽ ഏറ്റവും അധികം നിഷ്ഠ പുലർത്തുന്ന വിഭാഗത്തിൽ ഒരു പരീശനായിട്ടാണ് ഞാൻ ജീവിച്ചതെന്ന് അവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാം. ദീർഘകാലമായി അവർക്ക് എന്നെ അറിയാമല്ലോ. ദൈവം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനത്തിലുള്ള എന്റെ പ്രത്യാശ നിമിത്തമത്രേ എന്നെ ഇന്ന് വിസ്തരിക്കുന്നത്. ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിച്ചു പോരുന്നത് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന പ്രത്യാശയോടെയാണ്. അല്ലയോ രാജാവേ, ഈ പ്രത്യാശ നിമിത്തമാണ് യഹൂദർ എന്റെ മേൽ ആരോപണം നടത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നുവെങ്കിൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? അങ്ങനെ നസറായനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു. എങ്ങനെയും എതിർക്കേണ്ടതാണെന്നായിരുന്നു എന്റെയും ബോധ്യം. യെരൂശലേമിൽ ഞാൻ ചെയ്തതും അതുതന്നെ. മുഖ്യ പുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി ഞാൻ അനേകം വിശുദ്ധരെ തടവിലാക്കുകയും അവരെ നിഗ്രഹിക്കുമ്പോൾ എന്റെ സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലതവണ പള്ളികൾ തോറും ചെന്ന് അവരെ ശിക്ഷിക്കുകയും ദൈവദൂഷണത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. അവർക്കെതിരെ ഭ്രാന്ത് പിടിച്ച് അവരെ പീഡിപ്പിക്കുവാൻ ഞാൻ അന്യ നഗരങ്ങളിലും പോയിരുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഞാൻ മുഖ്യ പുരോഹിതന്മാരിൽ നിന്ന് അധികാരവും ആജ്ഞയും വാങ്ങി ദമസ്കോസിലേക്ക് പോവുകയായിരുന്നു. അല്ലയോ രാജാവേ, ഉച്ചയോടടുത്ത സമയം ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ ആകാശത്ത് നിന്ന് സൂര്യനേക്കാൾ ഉജ്ജ്വലമായ ഒരു പ്രകാശം എന്റെയും എന്റെ സഹയാത്രികരുടെയും ചുറ്റും മിന്നുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത്? മുള്ളാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് വിഷമം എന്ന് എബ്രായ ഭാഷയിൽ പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ, അങ്ങ് ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. കർത്താവ് ഉത്തരം പറഞ്ഞു, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. നീ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാനുള്ളതിനും നിന്നെ ഒരു ശുശ്രൂഷകനും സാക്ഷിയുമാക്കേണ്ടതിനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷനായത്. നിന്റെ സ്വന്തം ജനങ്ങളിൽ നിന്നും വിജാതീയരിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. അവരുടെ കണ്ണുകൾ തുറക്കുവാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കുവാനും അങ്ങനെ എന്നിലുള്ള വിശ്വാസത്താൽ അവർക്ക് പാപക്ഷമയും വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ സ്ഥാനവും ലഭിക്കുവാനും ഞാൻ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. ഒന്നാമത് ദമസ്കോസിലുള്ളവരോടും പിന്നെ യെരൂശലേമിലും യഹൂദയിലെങ്ങുമുള്ളവരോടും വിജാതീയരോടും അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും അവരുടെ മാനസാന്തരം പ്രവർത്തികളിലൂടെ തെളിയിക്കണമെന്നും ഞാൻ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. ദൈവത്തിന്റെ സഹായം ലഭിക്കുക നിമിത്തം ഞാൻ ഈ ദിവസം വരെയും ഉറച്ചു നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറയുകയും ചെയ്തു പോരുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും മരിച്ചവരിൽ നിന്നും ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് സ്വന്തം ജനത്തിനും വിജാതീയർക്കും വെളിച്ചം വിളംബരം ചെയ്യുമെന്നും പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. പൗലോസ് ഇങ്ങനെ പ്രതിവാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തോസ് ഉച്ചത്തിൽ പറഞ്ഞു, പൗലോസേ, നിനക്ക് ഭ്രാന്താണ്. വിദ്യാബോധത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അതിന് പൗലോസ്, ബഹുമാന്യനായ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറയുന്നത് സത്യവും യുക്തവുമാണ്. രാജാവിന് ഈ കാര്യങ്ങൾ നന്നായി അറിയാവുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സ്വതന്ത്രമായി സംസാരിക്കാം. ഇത് ഏതോ ഒരു കോണിൽ നടന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഗ്രിപ്പ രാജാവേ, അങ്ങ് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട്, ഈ അല്പസമയത്തിനുള്ളിൽ എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കാമെന്നാണോ നീ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, അല്പസമയത്തിനുള്ളിലോ അധിക സമയത്തിനുള്ളിലോ എങ്ങനെയായാലും അങ്ങ് മാത്രമല്ല, ഇന്ന് എന്റെ വാക്ക് കേൾക്കുന്ന എല്ലാവരും
ഈ ചങ്ങലയൊഴികെ എന്നെപ്പോലെ ആയിത്തീരണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. രാജാവും ദേശാധിപതിയും ബർണീക്കയും അവരുടെ കൂടെ ഇരുന്നവരും എഴുന്നേറ്റു. അവർ മുറിവിട്ട് പോകുമ്പോൾ, ഈ മനുഷ്യൻ മരണത്തിനോ തടവിനോ അർഹമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് അന്യോന്യം പറഞ്ഞു. അഗ്രിപ്പ ഫെസ്തോസിനോട്, ഇയാൾ കൈസറുടെ മുൻപാകെ മേൽവിചാരണയ്ക്ക് അഭ്യർത്ഥിച്ചിരുന്നില്ലെങ്കിൽ ഇയാളെ വിട്ടയക്കാമായിരുന്നു എന്ന് പറഞ്ഞു.